ആയിക്കോട്ടെ എന്ന് കരുതി. ഒരു വീഡിയോ എഡിറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട എൻ്റെ പി സിയിൽ ഒരു അപ്ഡേഷൻ എന്നുള്ളത് സോർടെക്കിൻ്റെ GeForce RTX 3050 എന്ന് പറയുന്ന 6GB ഈ ഒരു ഗ്രാഫിക്സ് കാർഡാണ്. സോർടെക്കിൻ്റെ തന്നെ 710 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഡാവിഞ്ചി റിസോൾവ് ഒക്കെ ഈ ഒരു 710 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡിൽ വർക്ക് ആക്കിയതെന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് ലാഗാണ്. ഈ ഒരു സെറ്റപ്പിലായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മദർ ബോർഡ് എന്ന് പറയുന്നത് ജിഗാബൈറ്റ്സിൻ്റെ H310MH എന്ന് പറയുന്ന മോഡലാണ്. പ്രോസസ്സർ ഇൻ്റൽ കോർ i5 9th ജനറേഷനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡാവിഞ്ചി റിസോൾവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന് താഴോട്ടുള്ള പ്രോസസ്സറാണെങ്കിൽ പോലും ഡ്യുവൽ കോർ പെൻറ്റിയം ആണെങ്കിൽ പോലും നമുക്ക് ഡാവിഞ്ചി റിസോൾവ് സുഖമായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം വീഡിയോ എഡിറ്റിങ്ങിനെ സംബന്ധിച്ച് പ്രോസസ്സറിനേക്കാളും പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡാണ്. ടോട്ടൽ 24GB റാമാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് G-Skillൻ്റെ DDR4 16GB റാമും, രണ്ടാമതായിട്ടുള്ളത് അഡാറ്റയുടെ 8GB നോർമൽ ഒരു റാമുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സ്റ്റോറേജിനായിട്ട് ഞാൻ മെയിൻലി ബയോസിനായിട്ട് ഉപയോഗിക്കുന്നത് ക്രൂഷ്യലിൻ്റെ ഈ ഒരു SSD ആണ്. SSD തന്നെ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. ഹാർഡ് ഡിസ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലാഗായിരിക്കും. SSD അതിനേക്കാളും ബെറ്റർ, ഒരുപാട് ഫാസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് മെയിനായിട്ട് ബയോസ് ചെയ്യാനായിട്ട്, അതായത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനെങ്കിലും നിങ്ങളൊരു SSD തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പി സിയിലുള്ള കമ്പോണൻസിൻ്റെ പവറും അതിൻ്റെ എഫിഷ്യൻസിയൊക്കെ കൂടി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് SMP-S, അതായത് പവർ സപ്ലൈ ചെയ്യുന്ന യൂണിറ്റ്. എപ്പോഴും വാങ്ങുമ്പോൾ നല്ലൊരു ബെസ്റ്റ് കമ്പനി നോക്കി തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഏറ്റവും കുറഞ്ഞ കമ്പനിയുടെ സാധനങ്ങളൊക്കെ കിട്ടും. അത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്, മദർ ബോർഡ് ഇതൊക്കെ പെട്ടെന്ന് അടിച്ചുവാൻ സാധ്യത കൂടുതലാണ്. അതിൻ്റെ കാരണം ഇതിന് കറണ്ട് അല്ലെങ്കിൽ പവർ സപ്ലൈ ചെയ്യുന്നതിൽ വേരിയേഷൻസ് വരുമ്പോഴത്തേക്കും അത് താങ്ങാനുള്ള ശേഷി ഇതിനകത്തുള്ള കമ്പോണൻസിന് ഉണ്ടാവത്തില്ല, ലോക്കൽ ബ്രാൻഡാണെങ്കിൽ. പക്ഷേ അതേസമയം നല്ല ബ്രാൻഡാണ്, ഇൻ്റർനാഷണൽ നല്ല ബ്രാൻഡൊക്കെ ആണെങ്കിൽ അവരുപയോഗിക്കുന്ന കമ്പോണൻസിൻ്റെ ക്വാളിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന സഡൻ കറണ്ടിൻ്റെ വേരിയേഷൻസ് ഒന്നും ഇതിന് ബാധിക്കില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് 18+ സർട്ടിഫിക്കേഷനുള്ള, അതായത് 18+ ബ്രൗൺസിൻ്റെ സർട്ടിഫിക്കേഷനെങ്കിലും ഉള്ള ഒരു SMP-S തന്നെ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന GPU അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് നല്ല പവർഫുൾ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ആണെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു SMP-S തന്നെ വാങ്ങിച്ച് വയ്ക്കുക. അല്ലാതെ പവർ കുറഞ്ഞത് വാങ്ങിച്ച് വയ്ക്കരുത്. അത് ഗ്രാഫിക്സ് കാർഡ് സഡനായിട്ട് സ്റ്റക്ക് ഇടിച്ച് നിൽക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ SMP-S വാങ്ങിക്കുമ്പോൾ ഭയങ്കര പ്രധാനമായിട്ട് നോക്കേണ്ടത് അതിൻ്റെ വാൾട്ട് എത്ര വാൾട്ടാണെന്ന് നോക്കുക. അതുപോലെ തന്നെ അത് ബ്രൗൺ സർട്ടിഫിക്കേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഗോൾഡ് സർട്ടിഫിക്കേഷൻ ഉണ്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മദർ ബോർഡിൽ വൈഫൈ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു വൈഫൈ കാർഡ് കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. TP ലിങ്കിൻ്റെ ഒരു വൈഫൈ കാർഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മദർ ബോർഡിൽ നമ്മുടെ ഗ്രാഫിക്സ് കാർഡൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് തൊട്ട് താഴെ ചെറിയൊരു പോർട്ട് കൂടി കാണും. അവിടെ നമുക്കിത് സിമ്പിളായിട്ട് ഇൻസേർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നീട് ഒരു പി സിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കൂളിംഗ് എന്ന് പറയുന്നത്. തണുപ്പ് ഇതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. തണുപ്പിലുപരി ഇതിനകത്ത് ചൂട് നിൽക്കാതിരിക്കുക, എപ്പോഴും ഫ്രഷ് എയർ വന്ന് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അതിനായിട്ട് ഞാൻ ഈ പുറകിൽ കാണുന്ന 2 ഫാൻ ഉപയോഗിച്ച് വെളിയിൽ നിന്നും ഫ്രഷ് എയർ അകത്തേക്ക് എടുക്കുന്നു. അതിനുശേഷം
ഈ അകത്ത് നിൽക്കുന്ന എയറിനെ പുറന്തള്ളി കളയാനായിട്ട് ഞാൻ 3 ഫാൻ ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പുറകിൽ നിന്നും കാറ്റെടുക്കുന്നു, അതിനകത്ത് കൊണ്ടുവരുന്നു, അകത്ത് നിൽക്കുന്ന ചൂട് എയർ എല്ലാം കൂടി മുന്നിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പല ക്യാബിനറ്റിലും പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ക്യാബിനറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ കമ്പ്യൂട്ടറിന് പവർ നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ കാണുന്ന UPS എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ കാണുമ്പോൾ ഞാനൊരു ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ഹോൾ ഇട്ടിട്ട് അവിടെയാണ് ഫാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്തതാണ്. എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടുള്ള കണക്ഷനാണ് ആ ഫാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൂടാവാതെ ഇങ്ങനെ തന്നെ അങ്ങ് നിന്നോളും. അത് നമ്മുടെ ഇതിൻ്റെ UPSൻ്റെ ബാറ്ററി ലൈഫ് വർദ്ധിപ്പിക്കാനും അതിനകത്തുള്ള ബോർഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനും ഒക്കെ അതിൻ്റെ ലൈഫ് കൂട്ടാനായിട്ടൊരു ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് നമുക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ ബാറ്ററി പെട്ടെന്ന് പോകുന്നൊരു പ്രവണത ഉണ്ട്. അത് ഒഴിവാക്കാനാണ് ഈ ഒരു ഫാൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻബിൽട്ടായിട്ട് ഫാൻ വരുന്ന വേറെ UPS ഉണ്ട്, അതിനൊക്കെ നല്ല റേറ്റ് ആവും കേട്ടോ. നിങ്ങൾക്ക് പറയാനുള്ള എന്ത് കാര്യങ്ങളും കമൻറ്റിലൂടെ സംസാരിക്കാം നമുക്ക്. അതുകൊണ്ട് എന്തൊക്കെയായാലും നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. എനിക്കിതിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിച്ചോളൂ. ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ.